നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം ആലങ്കോട് മദ്രസയ്ക്ക് സമീപം തെരുവുനായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 47 വയസ്സുള്ള അഫ്സൽ, ഇർഷാദി, മുഹമ്മദ് അലൻ, അജ്മൽ, വലിയകത്ത് എന്നിവർക്കാണ് രാവിലെ 9 മണിയോടെ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഏതാനും ദിവസം മുൻപ് ആലങ്കോട് വിദ്യാർത്ഥികളായ ഷിബില, ഷെറിൻ, മുഹമ്മദ് ഷയാൻ എന്നിവർക്കും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വ്യാപകമായ തെരുവുനായ ആക്രമണം പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഗുരുവായൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൈക്കാട് പോക്കാക്കില്ലത്ത് 71 വയസ്സുള്ള അബൂബക്കറാണ് ഞായറാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചതായി DMO അറിയിച്ചു. കിഡ്നി രോഗബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അബൂബക്കർ. മൃതദേഹം ഞായറാഴ്ച രാത്രി ബ്രഹ്മകുളം അപ്പു മാസ്റ്റർ സ്കൂളിന് സമീപം മകളുടെ വീട്ടിലെത്തിച്ചു ഖബറടക്കം നടത്തി. ബീവാത്തിക്കുട്ടി ഭാര്യയും അജിത, സജിത, സബിത എന്നിവർ മക്കളുമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തുടങ്ങിയതാണ് ഈ പദ്ധതി. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കും, അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ മാസത്തെ പെൻഷൻ ഉത്തരവ് നാളെ ഇറങ്ങുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലോസ് ഏഞ്ചൽസിലുള്ള ആൾ ഈ മാസം പെൻഷൻ വന്നില്ലെന്ന് പറഞ്ഞതായി ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ മകൻ വിദേശത്തുള്ളതുകൊണ്ട് അമ്മയ്ക്ക് പെൻഷൻ അയോഗ്യത പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി ചോദിച്ചു. അർഹരായവർക്ക് കിട്ടാതെ പോകരുതെന്നേ കരുതുന്നുള്ളൂ എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകില്ല. ജനങ്ങളോട് നൽകിയ വാഗ്ദാനം എത്രയും പെട്ടെന്ന് പാലിക്കും. മുടങ്ങാതെ പെൻഷൻ നൽകാൻ എല്ലാ നടപടിയും സ്വീകരിക്കും. ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കും. അർഹരായ ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. അനർഹരായവർ പട്ടികയിലുണ്ടെന്നും ഇത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും വിശദമായ ചർച്ച ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തുന്നുണ്ടെന്നും 25 ലക്ഷം രൂപ കുടുംബത്തിന് ലഭ്യമാകും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഉന്നത വിജയികളെയും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തികളെയും അനുമോദിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് തലക്കശ്ശേരി ഡിവിഷൻ അംഗം ബാബ മാളിയേക്കൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VT ബൽറാം MLA നിർവഹിച്ചു. തലക്കശ്ശേരി തൊഴുക്കാട് മെഹതാജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ MLA ഉപഹാരം നൽകി ആദരിച്ചു. ബാബ മാളിയേക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി. DCC ഭാരവാഹികളായ K ബാബുനാസർ, P മാധവദാസ്, P ബാലകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CP മുഹമ്മദ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീൻ അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കളും നാട്ടുകാരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മധുരിക്കും വിജയം 2026 സംഘടിപ്പിച്ചു. ക്ലബ്ബ് ഹൌസിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അവാർഡ് ജേതാവായ അജയൻ ചാലിശ്ശേരി മുഖ്യാതിഥിയായി. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗങ്ങളായ A വിജയൻ, ആനി വിനു, സജീഷ് കളത്തിൽ, ക്ലബ്ബ് രക്ഷാധികാരി ബാബുനാസർ, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ട്രഷറർ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അജയൻ ചാലിശ്ശേരി അനുമോദിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഹമീദ് തുറക്കൽ നന്ദിയും പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കം, സ്ത്രീകളോടുള്ള വഞ്ചനയ്ക്കെതിരെ പഴഞ്ഞി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. PK കൌസല്യയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ CPIM പഴഞ്ഞി ലോക്കൽ സെക്രട്ടറി AA മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷററും CDS ചെയർപേഴ്സണുമായ ബിന്ദു മനോഹരൻ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി ശൈലജ അരുൺദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പുഷ്പലത ശ്രീധരൻ നന്ദിയും പറഞ്ഞു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സബിത രാധാകൃഷ്ണൻ, ബിന്ദു സജീവ്, പ്രസീന സതീശൻ, ലീല ഭാസ്കരൻ, അനുഷ, ബിന്ദു രവി എന്നിവർ നേതൃത്വം നൽകി. സിനിമാ കലാസംവിധാനത്തിന് സംസ്ഥാന അവാർഡ് നേടിയ അജയൻ ചാലിശ്ശേരിയെയും സീനിയർ നാഷണൽ 7ാമത് നെസ്റ്റോബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ ഇടം നേടിയ GCC ക്ലബ്ബ് താരം ലബീബിനെയും GCC ആർട്സ് ആൻഡ് സ്പോർട്സ്
ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷത വഹിച്ചു. അജയൻ ചാലിശ്ശേരിയെയും കേരള സെസ്റ്റോബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ലബീബിനെയും ചടങ്ങിൽ പൊന്നാടയണിച്ച് ഉപഹാരം നൽകിയാണ് ആദരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികളും പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പ്രചരണം നടത്തി. പെരുമ്പിലാവ്, അക്കിക്കാവ്, കേച്ചേരി എന്നീ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലെ ഓട്ടോറിക്ഷകളിൽ ലഹരിവിരുദ്ധ സ്റ്റിക്കർ പതിക്കുന്നതിന്റെ ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI പ്രേംജിത്ത് നിർവഹിച്ചു. ASI മധു, CPO അർഷാദ് എന്നിവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. യോഗയുടെ പ്രാധാന്യം, ഇന്നത്തെ സമൂഹത്തിൽ യോഗയുടെ പ്രസക്തി എന്നിവയെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ ഷേബ ജോർജ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിന പ്രമേയം. വിദ്യാർത്ഥികൾ വിവിധ യോഗാസനങ്ങൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സക്രിയ OIC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, യോഗ ഇൻസ്ട്രക്ടർ സുജിന സുകുമാരൻ, അധ്യാപകരായ B ജയന്തി, ബെനിറ്റ ചാർലി എന്നിവർ നേതൃത്വം നൽകി. ചരമം. കാട്ടകാമ്പാൽ ചെറായി കുഞ്ഞൻ ഭാര്യ വിലാസിനി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കിഷോർ, ഇനീഷ്യൻ, സുനീശൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം എലവത്തറ വീട്ടിൽ വാസു നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. ശാന്തഭാര്യയും മിനി, സുനി, സ്വപ്ന എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.